പ്രതിപക്ഷ നേതാവിനെതിരായ മത്സരത്തിന് തയ്യാറായതായി CPI സ്ഥാനാർത്ഥി E.T. ടൈസൺ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ പ്രതികരണമാണിത്. പറവൂരിൽ മത്സരിക്കുന്നതിൽ റിസ്ക് ഉണ്ട്. അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഉണ്ടെന്ന് അറിയാം. എറണാകുളം ജില്ലയിൽ തനിക്കെതിരെ വികാരമുണ്ടോ എന്നതിനെക്കുറിച്ച് തനിക്കറിവില്ല. പാർട്ടി പറഞ്ഞു മത്സരിക്കുന്നു എന്നും E.T. ടൈസൺ പറഞ്ഞു. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി പ്രസ്ഥാനം പറഞ്ഞാൽ ആ സ്ഥലത്ത് മത്സരിക്കുക എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള ഒരു കടമയാണ്. അത് നിർവഹിക്കപ്പെടണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി അവിടെ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. മത്സരിക്കാൻ തയ്യാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ്, നമ്മുടെ വ്യക്തിയാധിഷ്ഠിതമല്ല ഈ കാര്യം. ഇവിടെ 2 പ്രാവശ്യം എനിക്ക് അവസരം തന്നു, ഞാൻ ജയിച്ചു. ആളുകൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ മണ്ഡലത്തിൽ തന്നെ വേണമെന്ന ആഗ്രഹം കൂടിയുള്ളവരാണ് ഇവിടെ. ഒരു സേഫായിട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെ ഒരാൾക്ക് തന്നെ മാത്രമായിട്ടൊരു മണ്ഡലം എന്നൊന്നുമില്ല. നമ്മളോട് ഇപ്പോൾ വേറെ സ്ഥലത്ത് മത്സരിക്കാൻ പറയുന്നു. പൂർണ്ണമായ സമ്മതത്തോടു കൂടി തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള വിഷമതകളോ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇല്ലാതൊന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഞങ്ങളങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ഞാൻ ഇന്നോ നാളെയോ ഒക്കെ പാർട്ടി ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പോൾ അതിനനുസരിച്ച് എനിക്കിപ്പോൾ തുടർച്ചയായി ജയിച്ചിരുന്നൊരു മണ്ഡലമാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള റിസ്ക് ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ ആ മത്സരത്തിന് ഇറങ്ങുന്നു. മത്സരത്തിലുള്ള പലതരത്തിലുള്ള പുതിയ കാര്യങ്ങളൊക്കെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്നു. നമുക്ക് ഫൈറ്റ് ചെയ്യാം. നമുക്കൊരു നല്ലൊരു മത്സരം എന്ന് പറയുന്നത് പ്രധാനമല്ല. എനിക്കതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഒതുക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് മാറുന്നത് ചിലരെങ്കിലും പറയുന്നുണ്ട്. അതിൽ കാര്യമുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളിപ്പോൾ പോകുന്നൊരു സ്ഥലത്ത് എന്താണ് അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്നുള്ള കാര്യത്തിൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. വിജയപ്രതീക്ഷയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എനിക്കങ്ങനെ പറയാൻ കഴിയുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടല്ലോ ഈ മണ്ഡലത്തെ സംബന്ധിച്ച്. എന്തായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, സംസ്ഥാനത്ത് മൊത്തം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷത്തിനുള്ളൊരു പ്രത്യേക ഇതുണ്ട്. ആ മേൽക്കൈയൊക്കെ എനിക്കും അനുകൂലമായിട്ട് വരുമെന്നാണ് ഞാൻ